കാസർഗോഡ് ഉദിനൂർ ക്ഷേത്രത്തിലേക്കുള്ള പുതിയാറമ്പൻ തെയ്യമെത്തി കലശക്കുടത്തിന് വഴികാട്ടുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയോടെയാണ് തെയ്യമെത്തിയത്. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായ നാട്ടുപാരമ്പര്യമാണ് പുതിയാറമ്പൻ തെയ്യം. ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന്റെ സമാപനം കുറിച്ച തെയ്യാട്ടത്തിന്റെ ഭാഗമായി നടന്ന കലശമെഴുന്നള്ളിപ്പിന് ആചാരപ്പെരുമകളേറെയാണ്. ഓലകൾ തെരച്ചുള്ള 60ഓളം വരുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയിലാണ് പുഷ്പാലങ്കൃതമായ കലശക്കുടം എഴുന്നള്ളിപ്പ്. കൂടാതെ പ്രത്യേക ഇനത്തിലുള്ള കുരവ, ചെണ്ടയുടെ ദ്രുതതാളം, ഒപ്പം ചൂട്ടുവെളിച്ചത്തിൽ തിളങ്ങുന്ന രൗദ്രഭാവവുമായി പുതിയാറമ്പൻ തെയ്യവും. വലിയ വീട് തറവാട്ടിൽ നിന്നും വടക്കേ നടയിലുള്ള പള്ളിയറ വരെയുള്ള കലശമെഴുന്നള്ളത്തും അകമ്പടിയായുള്ള ചൂട്ടുകളും പുതിയാറമ്പൻ തെയ്യത്തിന്റെ സാന്നിധ്യവും കാണാനായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. തെങ്ങോലകൾ ഉപയോഗിച്ചാണ് ചൂട്ടുകെട്ടി ഒരുക്കിയത്. ഭാരമേറിയ ചൂട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആയമൂളി ഓരോ സ്ഥലത്തും തൊട്ടുകൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത്. കലശക്കുടം അലങ്കരിക്കുന്നതിനായുള്ള പൂക്കൾ ശേഖരിക്കുന്നത് ഏഴിമലയിൽ നിന്നാണ്. ആർപ്പുവിളികളുമായാണ് പൂക്കൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. പോരാട്ടങ്ങളിൽ ക്ഷേത്രപാലകന്റെ വലങ്കൈയായി നിന്നിരുന്ന പുതിയാറമ്പൻ തന്റെ യജമാനനുള്ള കലശം സുരക്ഷിതമായി എത്തിക്കുന്നതിനാണ് തെക്കേ നട മുതൽ പള്ളിയറ വരെ അനുഗമിക്കുന്നത്. ക്ഷേത്രപാലകന്റെ മുന്നിൽ നിൽക്കാൻ അവകാശമില്ലാത്തതിനാൽ തെയ്യം തെക്കും വടക്കും നടവഴി മുറിച്ച് കിഴക്കോട്ട് വരാറില്ല. തോറ്റമില്ലാത്ത തെയ്യമാണ് പുതിയാറമ്പൻ. സമീപ പ്രദേശങ്ങളിൽ ഇവിടെ മാത്രമാണ് തെയ്യം കെട്ടിയാടുന്നത്. മകരമാസത്തിലെ കാർത്തിക നാൾ മുതൽ 12 ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടുത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് തെയ്യാട്ടം നടന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.